ഇ പി ജയരാജനെ മാറ്റിയത് എന്തിനാണ്? ഇ പി ജയരാജനും അപ്രതീക്ഷിതമായ കൂടിക്കാഴ്ച, രാഷ്ട്രീയമൊന്നും സംസാരിച്ചില്ല, ജസ്റ്റ് കണ്ടു എന്നാണല്ലോ വിശദീകരിച്ചത്. ഇ പി ജയരാജനെ മുന്നണി കൺവീനർ സ്ഥാനത്തുനിന്ന് മാറ്റുമ്പോൾ ഇല്ലാത്ത വേദന 2 തവണ ഹൊസബല്ലയെ കണ്ട ഈ റാം മാധവനെ കണ്ടയാളെ മാറ്റാനുണ്ട് എന്ന് വെച്ചാൽ ചില്ലറ കാര്യമൊന്നുമല്ല അസ്കർ. അത് ഇ പി എ ഈ പ്രകാശ് ജാവ്ദേക്കറുമായിട്ട് നടത്തിയിട്ടുള്ള കൂടിക്കാഴ്ചയുടെ പേരിൽ പാർട്ടിക്ക് ഇടതു ജനാധിപത്യ മുന്നണിയുടെ കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റി ഒരു നടപടിയെടുത്തു എന്ന് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ കൃത്യമായി ശ്രീ എം ആർ അജിത് കുമാറിനെയും ഇക്കാര്യത്തിൽ ഒരു നടപടി എടുക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടില്ലെന്നേ. ആ നടപടിക്ക് സാമാന്യ നീതിയുടെ അവകാശവാദം, ആ സാമാന്യ നീതി ലംഘിക്കപ്പെട്ടുകൂടാ എന്നുള്ളത് കൊണ്ടാണ് ഇപ്പോൾ ഒരു നടപടിയിലേക്ക് പോവാത്തതും. അന്വേഷണം നടത്തി ആ സാമാന്യനീതിയുടെ പ്രശ്നം എവിടെയാണ്? ഞാൻ എത്രയോ ദിവസമായി നമ്മൾ ആവർത്തിച്ച് സാമാന്യനീതി പ്രശ്നം ഇതിനകത്തില്ല. അൻവർ ഉന്നയിച്ച ക്രിമിനൽ ആരോപണങ്ങളിൽ മേൽ നടപടി എടുക്കണമെങ്കിൽ ഈ പറയുന്ന ഇൻവെസ്റ്റിഗേഷൻ പൂർത്തിയാവണം. ഓക്കെ, ഫൈൻ, സമ്മതിച്ചു, കൺവിൻസ്ഡ് ആണ്. RSSകാരെ കണ്ടു എന്നത് യാഥാർത്ഥ്യമാണ്. സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ കസേരയ്ക്ക് മുമ്പിൽ. മതി, അത്ര മതി. അങ്ങനെ RSSകാരെ കാണുന്ന ആൾ വേണ്ട എന്ന് തീരുമാനിക്കാൻ ഇനി എന്ത് കാത്തിരിക്കുകയാണ്? എന്തിനു വേണ്ടിയും കണ്ടോട്ടെ, കാണേണ്ട കാര്യമില്ലല്ലോ. ലോ ആൻഡ് ഓർഡർ ചുമതലയിൽ ഒരിടത്തിരിക്കുന്നുണ്ടെങ്കിൽ ആ പണി എടുക്കണം. RSSകാരെ രഹസ്യമായി പോയി കാണേണ്ട കാര്യമില്ല. അങ്ങനെ കണ്ടവർ വേണ്ട എന്ന രാഷ്ട്രീയ നയം ഉണ്ടായിരുന്ന ഒരു പാർട്ടി ഇന്ന് പറയുന്നു എന്ത്? RSS ഒരു പ്രധാന സംഘടനയല്ലേ, കണ്ടാൽ എന്താ കുഴപ്പം? CPIMന്റെ സംസ്ഥാന സെക്രട്ടറി നോക്കൂ, അദ്ദേഹം നമ്മളെ അമ്പരപ്പിക്കുന്നു. RSSനെ ആരെങ്കിലും കണ്ടാൽ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന്. RSSനെ ഇ പി ജയരാജൻ കണ്ടത് രാഷ്ട്രീയ ധാർമ്മികതയല്ല എന്ന് ആവർത്തിച്ചു പറഞ്ഞ ഇതേ സംസ്ഥാന സെക്രട്ടറി ശിവനെ പാപി കണ്ടാൽ ശിവനും പാപിയാകുമെന്ന് പറഞ്ഞ ആര്? പിണറായി വിജയൻ മിണ്ടുന്നില്ല. എന്നിട്ട് മുന്നണി യോഗത്തിൽ വാശി പിടിക്കുകയാണ് അജിത് കുമാറിനെ തൊടാൻ പറ്റുന്നില്ല എന്ന്. ഈ 2 സിനാരിയോ എടുത്ത് പരിശോധിക്കണം. രാഷ്ട്രീയ ധാർമ്മികത, ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലാവണമെങ്കിൽ